ഹലോ, വെൽക്കം ടു ദ ലീല അഷ്ടമുടി കൊല്ലം. നമ്മുടെ സ്വന്തം റാവസ്. ഒരു സ്റ്റേക്കേഷൻ ആയാലോ? ക്ലൈമറ്റ് വളരെ വളരെ മോശമാണ്. പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത് വളരെ ടെൻഷനിലാട്ടോ. ബിക്കോസ് തലേന്ന് രാത്രി ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പ് ത്രൂ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ക്യാൻസലേഷൻ അടിച്ച് കൈ കിട്ടി. കൂടാതെ ഞങ്ങൾ 21,000 റുപ്പീസോളം അവർ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റീഫണ്ട് ചെയ്യും എന്നുള്ള മെസ്സേജ് വന്നു. 10 to 12 days എടുക്കുമെന്നും പറഞ്ഞിട്ട്. എന്നാലും ഒരു ടെൻഷൻ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് റാവീസ് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു റൂം ബുക്കിംഗ് ആയിട്ടുണ്ട്, സോ യു ആർ വെൽക്കം. കേട്ടുടനെ കുബേരനെ ദിലീപിനെയും കലാഭവൻ മണിയും പോലെ നേരെ പെട്ടിയും കുട്ടീസിനെയൊക്കെ എടുത്ത് റാവസ് എത്തി. അവിടെ എത്തിയപ്പോൾ പണി മക്കളെ ബുക്കിംഗ് ക്യാൻസലേഷനായി പോയി. സോ നമ്മൾ തിരിച്ചു വരാനുള്ള വിഷമം കാരണം വീണ്ടും പേയ്മെൻറ്റ് ചെയ്ത് റൂം ബുക്ക് ചെയ്തു. റൂമിന് നല്ല റഷ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒറ്റ റൂമാണ് കിട്ടിയത്. വലിയ റൂം, 2 ബെഡ്റൂം അവൈലബിൾ ആണ്, 2 ബെഡ് അവൈലബിൾ ആണ്. അതിലിനി ഒരു ബെഡൂടെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നും പറഞ്ഞു. സോ ഞങ്ങളത് എടുത്തിട്ട് നേരെ ഇതാ റൂമിലോട്ട് പോവാണ്. ഇതിനിടയിൽ അവർ നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചന്ദനക്കുറിയൊക്കെ ഇട്ട് കേരള സ്റ്റൈലിൽ മുത്തി ചിപ്പി മാല അതൊക്കെ വെച്ചിട്ടുള്ളൊരു മാലയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ടെൻഷനിൽ ഞാനത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. പിന്നീട് അവർ നമുക്ക് കുടിക്കാൻ ഒരു മൈൽഡ് ബെറി ഫ്ലേവറിൽ നല്ലൊരു ഡ്രിങ്കും തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സിപ്പ് എടുക്കുമ്പോഴും ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ റൂമെത്തി. ഡാനി ഈ റൂം കുളമാക്കുന്നതിന് മുന്നേ ഞാൻ ഓടി നടന്നൊന്ന് ഷൂട്ട് ചെയ്തു. 2 ബെഡുണ്ട്, ഇനി ഒന്ന് വരും. അങ്ങനെ അതോ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ചായ കോഫിയൊക്കെ മേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. TV ഉണ്ട്. പിന്നെ ആയിരിക്കുന്നത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആണ്. എല്ലാം ഹൈലി എക്സ്പെൻസീവ് ആണ്. ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോകാൻ നേരം ബില്ല് പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ കോക്സ്, ജ്യൂസ്, ചോക്ലേറ്റ്സ്, സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വാഷ്റൂമിലെത്തി. അവിടെയും നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹീറ്ററുണ്ട്, പിന്നീട് ബാത്ത് ടബ് ഉണ്ട്, പിന്നെ ലോണ്ട്രി ഫെസിലിറ്റി ഉണ്ട്, ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, അയൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു മുറിയായിരുന്നു. പിന്നെ നമ്മുടെ വ്യൂവിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളുടെ വ്യൂ ലേക്കും പൂളും ഒരുമിച്ച് കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. നൈറ്റ് കുറേ കൂടെ ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ഒരു 8 ഇയേഴ്സായിട്ട് ഇവരുടെ സ്ഥിരം കസ്റ്റമറാണ്. ഇയർലി ഞങ്ങൾ ഒരു വട്ടം ഇവിടെ പോകാറുണ്ട്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്.